Hello everyone, welcome back to another vlog in Pattaya. പട്ടായ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നതാണ് വാക്കിംഗ് സ്ട്രീറ്റ് ഇൻ പട്ടായ. ഇന്നത്തെ വ്ളോഗിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാക്കിംഗ് സ്ട്രീറ്റ് ഇൻ പട്ടായയാണ്. അതുപോലെ തന്നെ പട്ടായയിലെ നൈറ്റ് ലൈഫും അവിടുത്തെ ക്ലബ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. നൈറ്റ് 8 o'clock നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6 kilometers ഉണ്ട് പട്ടായ ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അവിടുന്ന് സെൻട്രൽ പട്ടായയിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുക വേണ്ടത്. അപ്പോൾ ആ ഒരു സൈഡ് ബീച്ചായിരിക്കും. ആ ബീച്ചിൻ്റെ അതിൽ കൂടെ നേരെ നടക്കണം. കുറച്ച് നടക്കാനുണ്ട്, ഒരു 20 minutesലധികം നടക്കാനുണ്ട്. അപ്പോഴാണ് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ എത്തുന്നത്. സെൻട്രൽ പട്ടായൻ്റെ ഉള്ളിൽ തന്നെ മെക്ഡൊണാൾഡ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ പട്ടായയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു സ്പോട്ടാണ് വാക്കിംഗ് സ്ട്രീറ്റ്. വാക്കിംഗ് സ്ട്രീറ്റ് പകൽ സമയത്ത് ആൾ തിരക്കില്ലാത്ത അല്ലെങ്കിൽ ഒരു ബഹളങ്ങളില്ലാത്ത ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇതെന്നാൽ സൺസെറ്റിന് ശേഷം ഈ സ്ട്രീറ്റ് ഉണരും. പകൽ വെളിച്ചത്തിൽ കാണുന്ന പട്ടായയല്ല നമുക്ക് നൈറ്റ് ഇവിടെ കാണാൻ കഴിയുന്നത്. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിന് ഒരു പ്രത്യേക എനർജി ഉണ്ട്. ഈവനിങ് 6 മണിക്ക് ശേഷം വാഹനങ്ങൾക്ക് പ്രവേശനം തടഞ്ഞ ഈ സ്ട്രീറ്റ് പാദസഞ്ചാരികൾക്കായിട്ട് മാത്രം തുറക്കപ്പെടുന്നു. അപ്പോഴാണ് സ്ട്രീറ്റിൻ്റെ യഥാർത്ഥ എനർജി തുടങ്ങുന്നത്. എല്ലാ ഡേയ്സും പുലർച്ചെ വരെ ഇവിടെ മ്യൂസിക്, ലൈറ്റിങ്, ആഘോഷങ്ങൾ എല്ലാം ഒരുമിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലേസാണ് വാക്കിംഗ് സ്ട്രീറ്റ്. നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നീൻ ലൈറ്റുകൾ കൊണ്ട് തെളിഞ്ഞ ബാറുകളും ക്ലബ്ബുകളും പിന്നെ ലൈവ് മ്യൂസിക് സ്റ്റേജുകൾ, തായ്ലൻഡിൻ്റേതായ മ്യൂസിക്, പിന്നെ ഡിസ്കോ ഡാൻസുകളും ക്ലബ്ബുകളും പിന്നെ സ്ട്രീറ്റ് കലാകാരന്മാരുടെ പ്രകടനങ്ങൾ, അത് അവരുടെ മ്യൂസിക്, ഡാൻസ്, മേജിക് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു വിസിറ്റർ എന്ന രീതിയിലും ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയുക, ഈ നഗരത്തിൻ്റെ ഊർജവും ജീവിത ശൈലികളും ജീവിത രീതികളും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഞാൻ 2 years മുമ്പേ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ അന്നേരം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഫുള്ള് മൊത്തത്തിൽ മാറിപ്പോയി. ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ തന്നെ കുറേ ക്ലബ്ബുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഏതാണ് ബെസ്റ്റ് ക്ലബ്ബെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും രീതിയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന രീതിയിലാണ് ഇവിടെ ഇവർ ക്ലബ്ബുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എവിടെയൊക്കെയാണ് നമ്മൾ കയറേണ്ടത്, അതായത് ഏത് നൈറ്റ് ക്ലബ്ബിലാണ് നല്ല ആംബിയൻസ് ഉള്ളത്, അവിടുത്തെ സൗണ്ട് ഏതാണ് നല്ലത്, മ്യൂസിക്, അവിടുത്തെ ലൈറ്റ്നിങ്, ഇതൊക്കെ ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നൈറ്റ് ക്ലബ്ബ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ അടിപൊളി സീ ഫുഡ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്, തായ് ഫുഡ് എല്ലാം കിട്ടുന്ന ഒരു സ്പോട്ടും കൂടിയാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇതാണ് പട്ടായ ഗോസ്റ്റ് വാക്കിംഗ് സ്ട്രീറ്റിലുള്ളത്. വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഡ്രിങ്ക്സും അവൈലബിൾ ആണ്. പക്ഷേ എല്ലാത്തിനും നല്ല എക്സ്പെൻസീവ് ആണ്. ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് മാജിക് കണ്ടത്, ഒരാൾ മാജിക് കാണിക്കുന്നതായിട്ട്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. ഇത് സ്ട്രീറ്റ് മാജിക് ഷോ ആയിരുന്നു. മാജിക് പെർഫോം ചെയ്തത് അടിപൊളിയായിരുന്നു, കോമഡി ആയിരുന്നു. കൊള്ളാം പൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ടിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു ആൾക്ക്. വാക്കിംഗ് സ്ട്രീറ്റ് എന്നും ഇതുപോലെയാണ്, നല്ല തിരക്കായിരിക്കും. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് വരുന്ന ഒരു സ്പോട്ടാണിത്. അതുകൊണ്ട് തന്നെ എന്നും തിരക്കായിരിക്കും. വാക്കിംഗ് സ്ട്രീറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഒരു 1.5 kilometer ദൂരം നമുക്ക് നടക്കാനുണ്ട്. നടന്ന് ഓരോ കാഴ്ചകളും കണ്ടു പോകാം. മ്യൂസിക് കഫേ, അവിടെ ലൈവ് ബാൻഡ് നടക്കുന്നുണ്ട്.
പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിൽ ഏറ്റവും വലിയ ദിശ ക്ലബ്ബുകൾ ഇന്ത്യക്കാരുടെ പേരിലുള്ളതാണ്. അങ്ങനെ ഒരു ക്ലബ്ബാണിത്, ജാൽവ ക്ലബ്. വാക്കിംഗ് സ്ട്രീറ്റിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നൈറ്റ് ക്ലബ്ബാണിത്. ഇത് ജാൽവ ക്ലബ്ബ്. ഇതൊരു ഇന്ത്യക്കാരൻ്റേതാണ്. ഇത് അടിപൊളിയല്ലേ, നല്ല വൈബായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റും മ്യൂസിക്കും ഡാൻസും എല്ലാം കൂടി ചേർന്നപ്പോൾ അടിപൊളിയായിരുന്നു. ക്ലബിൻ്റെ ഉള്ളിൽ കയറുന്ന ടൈം ചെക്കിങ് ഉണ്ടാവും. നമ്മൾക്ക് നമ്മളെ കയ്യിലുള്ള ഡ്രിങ്ക്സോ അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ അവരെ അലൗ ചെയ്യില്ല. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ക്ലബ്ബാണ് ബോസ് ക്ലബ്ബ്. ഇത് അടിപൊളിയാണ്. നമുക്ക് പുറത്തെ ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബോസിൻ്റെ സ്റ്റേജ് നല്ലതാണ്, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ അതിൻ്റെ സൗണ്ട് സിസ്റ്റം കുറച്ചുകൂടി അടിപൊളിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഷൂട്ടിംഗ് ഗെയിം കണ്ടത്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, ഷൂട്ടിങ്ങും അങ്ങനത്തെ എല്ലാം. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. തോക്കുണ്ട്, അപ്പോൾ അതിൽ 100 ബാത്താണ്, 15 ഷോട്ട്സ് കിട്ടും. അടിപൊളിയാണ്. വാക്കിംഗ് സ്ട്രീറ്റിൽ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് ഒരു 7 PM ശേഷമാണ്. പിന്നെ കുറേ നടക്കാനുണ്ട്. ഓരോ ഷോപ്പിലൊന്നും കാർഡുകൾ എടുക്കില്ല, അപ്പോൾ ക്യാഷ് കയ്യിൽ വെക്കണം. നല്ല തിരക്കായതുകൊണ്ട് കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സൂക്ഷിക്കണം. ഇനി ഒരു സ്ട്രീറ്റ് ഗെയിം കണ്ടാലോ? ഇവിടെ കണ്ടോ, കൂട്ടിനകത്ത് 2 പെൺകുട്ടികൾ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇവരെ എറിഞ്ഞു വീഴ്ത്തണം. അതിനുള്ള ബോളുകളാണ് ആ ബക്കറ്റിലുള്ളത്. ബോള് എറിഞ്ഞിട്ട് കൊള്ളേണ്ടത് ആ യെല്ലോ സ്മൈലിയിലേക്കാണ്. അതിൽ കൊണ്ടു കഴിഞ്ഞാൽ 2 പേരും കുഴിയിലേക്ക് പോവും. ഇനി നെക്സ്റ്റ് ഒരു ക്ലബ്ബാണ് ജന്നത്ത് ക്ലബ്ബ്. ഇതും ബാക്കിയുള്ള ക്ലബ്ബ് പോലെ തന്നെ അടിപൊളിയാണ്. വാക്കിംഗ് സ്ട്രീറ്റിൽ ക്ലബ്ബുകൾ മാത്രമല്ല കേട്ടോ, വാക്കിംഗ് സ്ട്രീറ്റിൽ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കിട്ടും. അതുകൊണ്ട് തന്നെ ഫുഡ് സ്ട്രീറ്റും കൂടി വിസിറ്റ് ചെയ്ത് നോക്കണം. സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ കലാപ്രകടനങ്ങൾ കാണുമ്പോൾ മ്യൂസിക്, ലൈറ്റ്, ഡാൻസ് ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് കൊണ്ടുവരുമ്പോൾ എന്ന് വെച്ചാൽ പുതിയൊരു ലോകം പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും വാക്കിംഗ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലെ ഒരു നൈറ്റ് ആഘോഷത്തിൻ്റെ നഗരം തന്നെയാണ്. മ്യൂസിക്, ഫുഡ്, എൻ്റർടൈൻമെൻറ്റ്, ഡാൻസ് അങ്ങനെ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് വിസിറ്റേഴ്സിന് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണിത്. തായ്ലൻഡിലെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് പോലെയുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട്. അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് തിരിച്ചു വന്നു കുളിച്ച് ഫ്രഷായിട്ടിരിക്കുക. തായ്ലൻഡ് പട്ടായയിൽ വന്നു കഴിഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റ് വിസിറ്റ് ഒരു മസ്റ്റാണ്. അങ്ങനെ പിറ്റേന്ന് മോർണിംഗ് ആയി, ഡേ 2 ഇൻ പട്ടായ. അപ്പോൾ നമ്മൾ പൂളിലേക്ക് ഇറങ്ങാനായിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ ലാലിൻ്റെ കൂടെ പൂളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നല്ല വെയിലായിരുന്നു, കാരണം മോർണിംഗ് ഒരു 8 o'clock നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഓക്കെ ആണ്. അത്യാവശ്യം വലിയ പൂളാണ്. നമ്മൾ ടോപ്പിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. താഴത്തും ഉണ്ട്, താഴത്തെ ഫ്ലോറിലും പൂളുണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് ചെറുതാണ്. ഇതാണ് എനിക്ക് ബെറ്ററായി തോന്നിയത്, അതാണ് നമ്മൾ ഇവിടെ വന്നത്. ഒരു 1.5 hour നമ്മൾ പൂളിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് റൂമിലേക്ക് പോവാണ്. നമ്മുടെ ചെക്കൗട്ട് ടൈം 12 o'clock ആണ്. അങ്ങനെ ഞാനും ലാലിയും റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ കീപ് വാച്ചിങ് മൈ അപ്ലോഡ്. ഓക്കെ, ബൈ.